ഒരാൾക്ക് അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്ന് കരുതുക. ഒരുപക്ഷെ ഹാർവാർഡ് പോലുള്ള വലിയ സർവകലാശാലയിൽ പഠിക്കാനായിരിക്കാം, അല്ലെങ്കിൽ അവിടെ സന്ദർശനം നടത്താനോ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനോ ആയിരിക്കാം ആഗ്രഹം. ഇപ്പോൾ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്. വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളും അരിച്ചു പെറുക്കും. വിസ ഓഫീസർമാർ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡിൻ തുടങ്ങിയ ഓൺലൈൻ അക്കൗണ്ടുകളെല്ലാം പരിശോധിക്കും. സോഷ്യൽ മീഡിയ പരിശോധിക്കുമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇതിലെ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒട്ടുമില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുകൾ സ്വകാര്യമാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നാനിടയാക്കും. നിങ്ങൾ എന്തോ മറക്കാൻ ശ്രമിക്കുന്നു എന്ന് അവർ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഒരു പ്രശ്നമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒട്ടും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തത് വിസ കിട്ടുന്നത് തടസ്സമായേക്കാം. ഇത് നിങ്ങളുടെ വിസ നിഷേധിക്കപ്പെടുന്നതിലേക്ക് പോലും നയിച്ചേക്കാം. ഈ നിയമം ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. എന്നാൽ ചില ആളുകൾക്ക് ഇതിനോട് എതിർപ്പുമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു US വിസയ്ക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നല്ല രീതിയിൽ എല്ലാവർക്കും കാണാൻ കഴിയുന്ന രൂപത്തിൽ സജീവമായി നിലനിർത്താൻ ശ്രമിക്കുന്നത് നല്ലതാണെന്നാണ് തോന്നുന്നത്. ആരെങ്കിലും തെറ്റായി മനസ്സിലാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അധികം ഓൺലൈൻ പോസ്റ്റുകൾ ഇടുന്നില്ലെങ്കിൽ പോലും അതിപ്പോൾ അസാധാരണമായി കാണാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഓൺലൈനിലെ നിശബ്ദത പോലും ശ്രദ്ധിക്കപ്പെട്ടേക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അക്കൗണ്ടുകൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ശ്രദ്ധിക്കുക. അവ കൃത്യവും പ്രൊഫഷണലുമാണെന്ന് പരിശോധിക്കുക. പെട്ടെന്ന് അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യുന്നത് സംശയമുണ്ടാക്കാം. അതിനാൽ അത് ഒഴിവാക്കുക. അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ കൃത്യതയോടെയും പ്രൊഫഷണലിസത്തോടെയും ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുക. പെട്ടെന്ന് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഇത് സംശയാസ്പദമായ തോന്നിയേക്കാം. ഓൺലൈനിൽ നല്ല രീതിയിൽ പെരുമാറുക. നിങ്ങൾ എന്താണ് പോസ്റ്റ് ചെയ്യുന്നത്, ലൈക്ക് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ശ്രദ്ധ വേണം. വിസയുടെ കാര്യത്തിൽ ഇത് പ്രധാനമാണ്. ഇത് മുൻപത്തേക്കാൾ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമമാണ്. പഴയ നിയമങ്ങളെ അപേക്ഷിച്ച് പുതിയ നിയമങ്ങളിൽ പല കാര്യങ്ങളിലും മാറ്റങ്ങളുണ്ട്. മുമ്പ് തീവ്രവാദ ബന്ധങ്ങളോ സുരക്ഷാ ഭീഷണികളോ ഉള്ളവരെ കണ്ടെത്താനായിരുന്നു സോഷ്യൽ മീഡിയ പരിശോധന പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 2019 ആരംഭിച്ച ഈ രീതി കൂടുതൽ വ്യാപിപ്പിക്കുകയാണ്. വിസയ്ക്ക് അപേക്ഷിക്കുന്ന എല്ലാവരുടെയും കഴിഞ്ഞ 5 വർഷത്തെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, പോസ്റ്റുകൾ, ലൈക്കുകൾ, കമൻറ്റുകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കും. മുൻപ് സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്കും കുറഞ്ഞ റിസ്ക്കുള്ള അപേക്ഷകർക്കും ഇൻ്റർവ്യൂ ഇല്ലാതെ വിസ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഇൻ്റർവ്യൂ ഇല്ലാത്ത ഓപ്ഷനുകൾ കുറയും. കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് വിസ പുതുക്കുന്നവർ പോലും നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടി വരും. ഇത് അപേക്ഷകർക്കും കോൺസുലേറ്റുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും.